ഷിരൂരിൽ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്, തെളിഞ്ഞു നിൽക്കും കാലാവസ്ഥ. പക്ഷേ വളരെ പെട്ടെന്ന് മഴ എത്തിച്ചേരുകയും ചെയ്യും. ആ പ്രതികൂല കാലാവസ്ഥ തന്നെയായിരുന്നു ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിബന്ധം സൃഷ്ടിച്ചതും. ഇപ്പോഴും ഈ ട്രക്ക് കണ്ടെത്തുന്ന നിമിഷവും 9ാം ദിവസത്തിൽ ഈ ട്രക്ക് കണ്ടെത്തി കഴിഞ്ഞിട്ടും ആ പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്നതാണ് അവിടെ കാണുന്നത്. അതാണിപ്പോൾ നിഖിലിൻ്റെ ശബ്ദത്തിലും ആ വ്യക്തത കുറവ് അതുകൊണ്ടാണ്. അവിടെ നിന്നുള്ള റേഞ്ച് പ്രശ്നങ്ങളുണ്ട്, ആ ശബ്ദ വ്യക്തത വരാത്തത് അതുകൊണ്ടാണ്. സരീഷിലേക്ക് പോയാൽ, സരീഷ്, അവിടെ വലിയ ബോട്ടുകൾ എത്തിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് പ്ലാൻ ഇട്ടിരുന്നത്. വലിയ ബോട്ടുകൾ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? വലിയ ബോട്ടുകൾ ഇറക്കാനായിട്ടുണ്ടോ നാവികസേനയ്ക്ക്? ഇതുവരെ ബോട്ടുകൾ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അല്പസമയത്തിനകം തന്നെ ബോട്ട് ഇവിടേക്ക് എത്തിക്കും എന്നാണ് നാവികസേന പറഞ്ഞിട്ടുള്ളത്. കാരണം ഇനി ഈ സ്ഥലത്തേക്ക്, അതായത് തുടർച്ചയായി ഏതാണ്ട് 3 മണിക്കൂറോളമായി മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ നദിയിലെ ജലനിരപ്പ് ഗണ്യമായി ഉയരും. അതോടൊപ്പം ഈ അടിയൊഴുക്കും, ഇത് രണ്ടും വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ബോട്ടിലല്ലാതെ ചെറു ബോട്ടിൽ, ഫൈബർ വള്ളങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് റബ്ബർ ബോട്ടുകളിലോ ഇവിടേക്ക് എത്തുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുക മാത്രമേ ചെയ്യൂ. അത് സൗകര്യപ്രദമായി ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നാവികസേന ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അല്ലെങ്കിൽ വലിയ ബോട്ടുകൾ എത്തിക്കണം എന്നൊരു നിർദ്ദേശം നൽകിയത്. പക്ഷേ അത്രയും വേഗം അല്ലെങ്കിൽ എത്ര വേഗം ഈ ബോട്ടുകൾ എത്തിക്കാനാകും എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഏതായാലും എല്ലാവരും കാത്തിരിക്കുന്നതും രക്ഷാപ്രവർത്തനത്തിന് വേഗം കൈവരണം എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ഈ ഗോകർണത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സമീപത്തെ പ്രദേശങ്ങളിൽ നിന്നോ ബോട്ട് എത്തിക്കും എന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അത്തരത്തിൽ ഈ കൂടുതൽ ബോട്ടുകൾ എത്തിക്കണം, ഈ നിലവിലെ ഫൈബർ വള്ളങ്ങളിലോ അല്ലെങ്കിൽ റബ്ബർ ബോട്ടുകളിലോ ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്നത് പരിഹാരമാവില്ല, അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ കൊണ്ടുപോകാനാവില്ല എന്നൊരു ആക്ഷേപമുണ്ടായിരുന്നു. പക്ഷെ അന്നെല്ലാം പറഞ്ഞത് സ്ക്യൂബ ഡൈവിംഗ് ടീമിന് ഇത്തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ അത്ര വലിയ ബോട്ടിന്റെ സഹായം ആവശ്യമില്ല എന്നായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവിടെ ഇറങ്ങിയുള്ള പരിശോധന, അതോടൊപ്പം തന്നെ ഈ ബെൽറ്റ് ടൈറ്റ് ചെയ്യുന്ന പ്രവൃത്തി, ഈ 2 പ്രവൃത്തിയും ചെയ്യണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ സമയം അവർക്ക് ഹോൾഡ് ചെയ്തു നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ബോട്ടുകളോ വേണം. എങ്കിൽ മാത്രമേ ഒരേ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് കുറച്ചു സമയമെങ്കിലും നിർത്താൻ ആവുകയുള്ളൂ. അല്ലെങ്കിൽ റബ്ബർ ബോട്ടുകളാകുമ്പോൾ ഒഴുക്കിനനുസരിച്ച് മാറുന്നൊരു സ്ഥിതി ഉണ്ടാകും. അല്ലെങ്കിൽ അത്യാധുനിക അല്ലെങ്കിൽ അതികഠിനമായ പ്രയത്നം അതിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഫൈബർ വള്ളങ്ങളിലോ മോട്ടോർ വള്ളങ്ങളിലോ എത്തി അവിടെ ക്യാമ്പ് ചെയ്ത് അവർ കുറച്ചു സമയമെങ്കിലും അവിടെ സ്റ്റഡിയായി നിന്ന് ഈ ബെൽറ്റ് ടൈറ്റ് ചെയ്യുന്ന പ്രവൃത്തി നടത്താം എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി അല്പസമയം മുൻപ് ഈ സ്ഥലം പരിശോധിച്ച ശേഷം തിരിച്ചു പോയിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാവും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവുക എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ഈ വാഹനം ഉയർത്തുന്നതിനപ്പുറം ഈ ജലനിരപ്പ് ഉയരുകയും മണ്ണ് ഗണ്യമായി മാറ്റുകയും ചെയ്താൽ സ്വാഭാവികമായും ഈ മണ്ണ്, ഈ നിലവിൽ ട്രക്കിനടിയിലെ മണ്ണ് ഏതെങ്കിലും രീതിയിൽ ഒലിച്ചിറങ്ങുകയാണെങ്കിൽ അത് ഈ വാഹനം തന്നെ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം മണ്ണിനടിയിൽ അല്ലെങ്കിൽ പുഴയിലെ ഇപ്പോൾ ലോറി ഉള്ള സ്ഥലത്തു നിന്നും ഏതെങ്കിലും രീതിയിൽ അതിനടിയിലെ മണ്ണ് നീങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് വാഹനം ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും വലിയ പ്രതിസന്ധി ഉണ്ടാവും. പിന്നീട് വാഹനം കണ്ടെത്താൻ ദിവസങ്ങളുടെ പരിശ്രമം നടത്തേണ്ടി വരും. ഏത് ഭാഗത്താണ് വാഹനം കണ്ടെത്താനാവുക എന്ന ഒരു ഉറപ്പും ഇല്ല. വാഹനം കണ്ടെത്താനാകുമോ എന്ന ഉറപ്പ് പോലുമില്ല. കാരണം കഴിഞ്ഞ ദിവസം ഗ്യാസ് ടാങ്കർ ഉൾപ്പെടെ ഉള്ളവ, ഇവിടെ നിന്നും അപകടത്തിൽപ്പെട്ട ഗ്യാസ് ടാങ്കർ ഉള്ളവ എപ്പോഴാണ് കണ്ടെത്താനായത് എന്ന് നമ്മൾ കണ്ടതാണ്. കിലോമീറ്ററുകൾക്ക് അപ്പുറത്താണ് ഇത്തരത്തിലുള്ള വാഹനങ്ങളെല്ലാം കണ്ടെത്താനായത്. ചിലതാവട്ടെ കടലിൽ എത്തിയാൽ പോലും കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു പ്രതിസന്ധി കൂടി ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നാവികസേന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വാഹനം ഒലിച്ചു പോവാതിരിക്കാനെങ്കിലുമുള്ള ടൈറ്റിംഗ്, ആ ബെൽറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ്
ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ പ്രതിസന്ധി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഭൂമി ഉപയോഗിച്ച് മണ്ണ് ഒരു ഭാഗത്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കൂടുതൽ ആഴത്തിൽ മണ്ണ് നീക്കേണ്ടതില്ല എന്നൊരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നു. വാഹനത്തിന് മുകളിലെ മണ്ണ് മാത്രം നീക്കുക, താഴെ തട്ടിലുള്ള മണ്ണ് അല്ലെങ്കിൽ ചെളി പുതഞ്ഞ ഭാഗം നീക്കിയാൽ അത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും. അതുകൊണ്ട് വാഹനത്തിന് മുകളിൽ ഉള്ള മണ്ണ് നീക്കുക എന്നൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രവൃത്തി തന്നെ തുടരുക എന്നൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം ഇവർക്ക് നൽകുന്നതും. എന്തായാലും വലിയ പ്രതിസന്ധിക്കിടയിലും കൃത്യമായ ഏകീകരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ആദ്യഘട്ടങ്ങളിൽ ഒന്നും ഇല്ലാതിരുന്ന ഒരു കൃത്യമായ ഏകീകരണം, ആ ഏകീകരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നു. ഓരോ നിമിഷവും എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനം കൈക്കൊള്ളുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വ്യക്തത വരുത്തണമെങ്കിൽ പല ആളുകളെയും, ജില്ലാ ഭരണകൂടത്തിലെ പല ആളുകളെയും മാറി മാറി വിളിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് കളക്ടറെ വിളിക്കുമ്പോൾ ഞാനുള്ള SP ആണ്, അല്ലെങ്കിൽ SP വിളിക്കുമ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥരാണ്, തുടങ്ങിയ കാര്യങ്ങൾ മാറി മാറി പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അതെല്ലാം മാറി ഇപ്പോൾ ഏകീകരിച്ച നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും വലിയ മാറ്റം ഈ മേഖല കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ഈ സ്ഥലം കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടുണ്ട്. ഏകീകരണ ചുമതലയൊക്കെ ജില്ലാ കളക്ടർക്ക് നൽകിക്കൊണ്ട് കൃത്യമായി അത് ഏകീകരിക്കുകയും ഇപ്പോൾ ഏതാണ്ട് ലോറി ലഭിക്കുന്നൊരു സാഹചര്യവുമൊക്കെ ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഗുണകരം എന്ന് തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു.